അല്ലാഹുമ്മ അന്തൽ വാഹിദു ഫിസ് സമാവാ, റബ്ബേ നീയാണ് അല്ലാഹ്, അനൽ വാഹിദു ഫിൽ അർളി, ഭൂമിയിൽ ഞാൻ ഒറ്റയ്ക്കാ അല്ലാഹ്, ഖബറിൽ ഒറ്റയ്ക്കെന്നല്ല, ഖബറിന്റെ ഉള്ളിൽ ഒറ്റയ്ക്കെന്നല്ല, ഭൂമിയിൽ ഞാൻ ഒറ്റയ്ക്കാ അല്ലാഹ്, വഅന്ത ഫിസ് സമാ, ആകാശത്തിൽ നീ ഒറ്റയ്ക്കാണ് അല്ലാഹ്, വേറെ ആരെയും എന്നിലേക്ക് അയക്കല്ലേ അല്ലാഹ്, ലൈസ അഹദുൻ യഅ്ബുദുക ഗൈരി, ഒരാളെയും എന്നിലോട്ട് അയച്ചു വിടല്ലേ അല്ലാഹ്, ഹസ്ബി അല്ലാഹ് ഹസ്ബി അല്ലാഹ്, അല്ലാഹു മതി എനിക്കും നിങ്ങൾക്കും, എല്ലാം അവനിലേക്ക്, എല്ലാ ചിന്തയും, എല്ലാ സംസാരവും, എല്ലാ പണവും, എല്ലാ അധികാരവും, എല്ലാ സംവിധാനങ്ങളും അവന്റെ മുന്നിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ. എന്നിട്ട് അവനോട് കൈനീട്ടി ഇരക്കണം, യാചിക്കണം, നീ എൻ്റെ റബ്ബാണ്, ഞാൻ നിന്റെ അടിമയാണ്, നീ പറയുന്നത് പോലെ ഞാൻ അനുസരിച്ചോളാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തന്റെ പ്രിയപത്നി ഹാജറ ബീവി റളിയല്ലാഹു അൻഹയുടെയും തന്റെ പൊന്നുമകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും ഏറ്റവും വലിയ നല്ല സന്ദേശങ്ങൾ ഓതിക്കൊണ്ട് വീണ്ടും ഒരു ബലിപെരുന്നാൾ സന്തോഷവും ആഹ്ലാദവും സമാധാനവും ഉള്ളതോടുകൂടി നാം അയവിറക്കേണ്ട ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഏറ്റവും വലിയ സന്ദേശങ്ങൾ കൂടി ഇന്ന് മനസ്സിലാക്കുന്നതാണ് ബലിപെരുന്നാളിൻ്റെ ആകത്തുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാണ് സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം? അള്ളാഹു തൻ്റെ പ്രിയപ്പെട്ട പ്രവാചകനെ ഖലീൽ, എൻ്റെ കൂട്ടുകാരൻ എന്ന് വിശേഷിപ്പിച്ച അതിബൃഹത്തായ സംഭവബഹുലമായ ചരിത്രമാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഓരോ ബലിപെരുന്നാൾ വരുമ്പോഴും ആ ബലിപെരുന്നാൾ പ്രഭാഷണങ്ങളിൽ നമുക്ക് ആവർത്തിച്ച് കേൾക്കേണ്ടതും ഈ ഇബ്രാഹിം നബിയുടെ ചരിത്രം തന്നെയാണ്. പക്ഷേ വിശുദ്ധമായ ഖുർആൻ ഒന്ന് പരതു നോക്കുമ്പോൾ നാം ഒന്നും അന്വേഷിച്ചാൽ ചിലപ്പോൾ എത്തിപ്പെടാത്ത ചില സംഭവങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ കാണാം. ആരായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം? അള്ളാഹുവിൻ്റെ റസൂൽ മഹാനായ മുഹമ്മദ് മുസ്തഫ. ഉറക്കെ വന്ന സ്വലാത്ത് അമ്മ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞാൽ മുസ്ലിം ലോകം എന്നും ഓർക്കുന്ന പേര് സാക്ഷാൽ സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാം. എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇങ്ങനെ ഓർക്കപ്പെടാൻ കാരണം? യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ ചരിത്രത്തിൽ ഓർക്കപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇത്രയേറെ അനുസരണയുള്ള ഒരു മുസ്ലിമായ, അള്ളാഹുവിനെ എത്രയേറെ ബഹുമാനിക്കുകയും റെസ്പെക്ട് ചെയ്യുകയും അള്ളാഹുവിൻ്റെ വിധി എങ്ങോട്ട് വന്നാൽ ഉടനടി സഡൻ ആക്ഷനോടുകൂടി ഉടനെ തന്നെ ആ കർമ്മം നിർവഹിക്കുന്ന ഒരു പ്രവാചകൻ സയ്യിദ്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമെ അല്ലാതെ മറ്റൊരു പ്രവാചകനെയും ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. നിങ്ങൾ നോക്കിയേ, വിശുദ്ധമായ ഖുർആന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്തിൽ അള്ളാഹു പറയുകയാണ്, അമ്പിയാക്കന്മാരിൽ പ്രധാനികളായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്തിന്റെ വേളയിൽ മരണപ്പെടുമ്പോൾ വസിയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്റെ മക്കളെയൊക്കെ വിളിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കൊടുക്കുന്ന വസിയത്ത് ഇബ്രാഹിം നബിയും യഅഖൂബ് നബിയും തന്റെ മക്കളെ അടുത്ത് വിളിച്ചിട്ട് പറയുന്നു, യാ ബനിയ, പൊന്നുമക്കളെ, ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ, നിങ്ങളെ അല്ലാഹു ദീനിൽ തിരഞ്ഞെടുത്തവരാണ്, നിങ്ങൾ മുസ്ലിമീങ്ങളാണ്, അതുകൊണ്ട് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ പാടില്ല. മുസ്ലിമീങ്ങളായിട്ട് മക്കളെ വിളിച്ചുകൊണ്ട് പറയാണ്, മോനെ എൻ്റെ സമ്പത്തും എൻ്റെ പ്രമാണവും എൻ്റെ സ്വത്തും ഇത്ര ഉണ്ട്, ഡിവൈഡ് ചെയ്ത് എടുക്കണമെന്നല്ല മക്കളോട് പറയുന്നത്. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ പാടില്ല. സഹോദരങ്ങളെ, ഓരോ ബലിപെരുന്നാളും എന്നോടും നിങ്ങളോടും എപ്പോഴും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിം ആകണമെന്നാണ്. എന്താണ് ഈ മുസ്ലിം? അനുസരണയുള്ളവനാകണം. ഞാൻ നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കാറുണ്ടോ? ഖിത്താൻ ചെയ്യാൻ പറഞ്ഞു സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട്. സുന്നത്ത് കഴിക്കാൻ ഇബ്രാഹിമാണ് ആദ്യമായിട്ട് ചരിത്രത്തിൽ സുന്നത്ത് കഴിപ്പിച്ചൊരു പ്രവാചകൻ. സുന്നത്ത് കഴിക്കാൻ വേണ്ടി കൽപ്പന വന്ന പാടെ കത്തിയെടുത്തു, സുന്നത്ത് സ്വന്തമായിട്ട് നിർവഹിച്ചു. ബ്ലഡ് അങ്ങ് ചീറ്റി. സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ശരീരത്തിൽ നിന്ന് വേദന കൊണ്ട് വിളയവേ
വേദന കൊണ്ട് കണ്ണു നിറയവേ അതാ വരുന്നു റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയെ, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്? അള്ളാന്റെ കൽപ്പന വന്ന പാടെ നിങ്ങൾ അങ്ങ് ചെയ്തോ ഇബ്രാഹിം. കത്തിയും കടാരയുമായിട്ട് ആ കർമ്മം നിർവഹിക്കാൻ അള്ളാഹു എന്നെ അയച്ചതാണ് ഇബ്രാഹിം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വേദന കടിച്ചിറക്കിക്കൊണ്ട് ജിബ്രീലിനോട് പറഞ്ഞു, ജിബ്രീൽ, ഒരിക്കലും അല്ലാഹു എന്നോട് നിന്നെ കൊണ്ട് ചെയ്യിക്കണമെന്നല്ല പറഞ്ഞത്. ഇബ്രാഹിം ഖിത്താൻ നടത്തിക്കൊള്ളൂ എന്നേ പറഞ്ഞുള്ളൂ. ജിബ്രീൽ വരുമെന്നോ കർമ്മം നിർവഹിക്കുമെന്നോ എന്നോട് പറഞ്ഞില്ല. പറഞ്ഞു, ഞാനത് ചെയ്തു ജിബ്രീൽ. എന്റെ റബ്ബ് എന്തെന്നാണോ എന്നോട് പറയുന്നത് അതിന്റെ അപ്പുറം എനിക്ക് വേണ്ട ജിബ്രീൽ. ജിബ്രീലിന്റെ സഹായവും ഞാൻ ആഗ്രഹിക്കുന്നില്ല ജിബ്രീൽ. ചെയ്യാൻ പറഞ്ഞോ, പിന്നെ എന്തിനാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ്? ഒന്നുമില്ല, ചെയ്യാൻ പറഞ്ഞു, ചെയ്യുക. അതാണ് ഇബ്രാഹിം, സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു. കറുകറുത്ത പെണ്ണായ ഹാജറ ബീവി സഫാ മർവയുടെ വെള്ളത്തിന് വേണ്ടി ഓടിയപ്പോ അല്ലാഹ് പറഞ്ഞു, ഓടൂ ലോകമേ, ആ പെണ്ണിന്റെ പിറകെ, ഒരു കറുത്ത പെണ്ണിന്റെ പിറകെ ഓടൂ. എന്തിനാണല്ലോ ഹാജറ ബീവി ഓടിയതിന്റെ പിറകെ ഓടാൻ പറയണത്? ചോദ്യമില്ല, ഓടാൻ പറഞ്ഞ ഓടിക്കൊള്ളണം. അതാണ് അനുസരണ, റെസ്പെക്ട്. അള്ളാഹ് എന്തു പറഞ്ഞു? അതാണ് ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചരിത്രത്തിൽ ഇങ്ങനെ ഓർക്കപ്പെടാൻ കാരണം. വമഅലൂമുൻ അന്നഹു മാ വസ്സാ വലദഹു ഇല്ലാ ബിമാ യജ്മഉ ഫീഹിമുൽ ഫലാഹ വൽ ഫൗസ ബിൽ ആഖിറ. ആഖിറത്തിലുള്ള വിജയം തന്റെ മക്കൾക്കും തുടർന്നു വരുന്ന പാരമ്പര്യത്തിലുള്ള സർവർക്കും ഉണ്ടാകണമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആഗ്രഹിച്ചു. ബിശ്ർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇന്നക ലാ തഹ്ഫദുൽ ഹദീസ്. വലിയ മഹാപണ്ഡിതനാണ് ബിശ്ർ ഹാരിസ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ ഒരു ഹദീസും മനപ്പാടമാക്കിയിട്ടില്ല. ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടമുള്ള വലിയ മഹാപണ്ഡിതനോട് പറയാ, നിങ്ങളൊരു ഹദീസ് മനപ്പാടമാക്കിയിട്ടില്ല. അപ്പൊ ആ മഹാൻ പറഞ്ഞു, അന അഹ്ഫളു ഹദീസൻ വാഹിദാ, ഞാൻ ഒരൊറ്റ ഹദീസ് മനപ്പാടമാക്കിയിട്ടുണ്ട്. ഇദാ അമിൽതു ഫഖദ് ഹഫിൽതുൽ ഹദീസ, ഞാൻ ആ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ, ഞാനൊരു ഹദീസ് മനപ്പാടമാക്കിയാൽ അത് ചെയ്യാതിരിക്കില്ല. അങ്ങനെ ചെയ്ത ലക്ഷക്കണക്കിന് ഹദീസിന്റെ ഇടയിൽ ഒരൊറ്റ ഹദീസേ ഉള്ളൂ. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് എന്നറിയുമോ? അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ യദിഹി വലിസാനിഹി. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയുമോ? വെസ്റ്റ് മുടിക്കൽ പള്ളിയുടെ അകത്തളത്തിൽ ബലിപെരുന്നാളിന്റെ സന്ദേശം കേൾക്കുന്ന, ഈദുൽ അദ്ഹയുടെ ഉളഹിയത്തിനായി കാത്തിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, മുസ്ലിമേ, ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരെന്നറിയോ? തന്റെ കയ്യോ, തന്റെ നാവോ, തന്റെ ചിന്തയോ, തന്റെ സംസാരമോ, തന്റെ പ്രവർത്തനമോ മറ്റുള്ളവന്റെ എതിരെ പ്രവർത്തിക്കാത്തവൻ ആരാണോ അവനാണ് അള്ളാഹുവിന്റെ അടുക്കൽ മുസ്ലിം എന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. എനിക്കും നിങ്ങൾക്കും പറയാൻ പറ്റുമോ ഞാനൊരു ഒറിജിനൽ പക്കാ മുസ്ലിമാണെന്ന്? ഞാൻ ഈ സെക്കൻഡിനിടയിൽ മറ്റുള്ളവനെതിരെ തിരിഞ്ഞില്ല എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, മുസ്ലിം ആകണം. അറ്റ്ലീസ്റ്റ് ഒരു കേവലം ഒരു നല്ല മുസ്ലിമെങ്കിലും ആയിട്ട് മരിക്കാൻ എനിക്ക് നിങ്ങൾക്കും പറ്റണം. ഭാഗ്യം കെട്ടവരായി പോയി നമ്മൾ മാറാൻ പാടില്ല. പേര് കൊണ്ട് മുസ്ലിം ആവില്ല. പള്ളി കയറി 5 വഖത്ത് നിസ്കരിച്ചത് കൊണ്ട് മുസ്ലിമായിട്ട് മരിക്കാൻ പറ്റൂല. മുസ്ലിം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അള്ളാഹു പറഞ്ഞത് കൃത്യമായിട്ട് ആ രേഖാമൂലം അങ്ങോട്ട് അനുസരിക്കലാ മുസ്ലിം. അവന്റെ നാവ്, അവന്റെ ചിന്ത. ഒരാള് മുസ്ലിം ആയാലോ, അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കസ്വലാത്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. ഒരാൾ വ്യഭിചരിക്കുകയില്ല മുഅ്മിനായിരിക്കെ, മുസ്ലിമായിരിക്കെ ഒരാൾ വ്യഭിചരിക്കില്ല. പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. അവ മുസ്ലിമാണോ? അന്യ പെണ്ണിന്റെ ശരീരത്ത് അവന്റെ കണ്ണു പോകില്ല.
ലഹു ഐനാനി സിനാഹുമാ, അവന്റെ കണ്ണിന് വ്യഭിചാരമുണ്ട്. മുസ്ലിം അന്യ പെണ്ണിനെ നോക്കൂല. എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് അന്യ പെണ്ണിന്റെ ശരീരത്തിന്റെ മേൽ എന്റെയും നിങ്ങളെയും കണ്ണ് പതിഞ്ഞോ, ആസ്വാദനമുണ്ടായോ, ഞാനും നിങ്ങളും മുസ്ലിമീങ്ങളല്ല. വലാ യശ്റബുൽ ഖംറ ഹീന യശ്റബു വഹുവ മുഅ്മിനൂ, കള്ളു കുടിക്കുന്നവൻ ഒരു മുഅ്മിനായ അവസ്ഥയിൽ അവൻ കള്ളു കുടിക്കില്ല. വലാ യസ്രിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ, ഒരു മുഅ്മിനായ നിലയിൽ ഒരാൾ മോഷ്ടിക്കൂല. വലാ യന്തഹിബു നുഹബാ യർഫഉ الناس ഇലൈഹി ഫീഹാ അബ്സാറഹും ഹീന യന്തഹിബുഹാ വഹുവ മുഅ്മിൻ. സഹോദരങ്ങളെ, ഈ പറയപ്പെട്ട കാര്യങ്ങൾ എന്റെയും നിങ്ങളെയും ജീവിതത്തിലുണ്ടോ? ഇബ്രാഹിം നബിയുടെ പേര് പറയാൻ പോലും യോഗ്യതയില്ല. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. അതുകൊണ്ട് മുഅ്മിനാവുക, മുസ്ലിമാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്ദേശം. ബലിപെരുന്നാളിന്റെ ഒന്നാമത്തെ സന്ദേശം അതാണ്. എടാ, അള്ളാഹ് നിസ്കരിക്കാൻ പറഞ്ഞു, നിസ്കരിച്ചു വേണം. അള്ളാഹ് ഉളുഹിയ്യത്ത് എടുക്കാൻ പറഞ്ഞു, എന്തിനാ പടച്ചോൻ ഇത്രയും പോത്തുകളേക്ക് ഇങ്ങനെ മുറിക്കാൻ പറഞ്ഞു? വേറൊരു പണിയും പടച്ചു ഒന്നുമില്ല, എന്നോട് ചെയ്യാൻ പറഞ്ഞ കാര്യം നീ ചെയ്താൽ മതി. അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ. قال ابن هشام فلما كان مكة اعترضه بعض المشركين. മുശ്രിക്കീങ്ങളെ കണ്ടുമുട്ടുന്ന വേളയിൽ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു, ആയിഷ എന്ന് പറയുന്ന ആളോട് മുസ്ലിമാവാൻ പറഞ്ഞപ്പോ ആയിഷ പറഞ്ഞു, ഇല്ല, ഞാൻ മുസ്ലിമാവൂല്ല. കാരണം മുസ്ലിമീങ്ങളെന്ന് പറഞ്ഞാൽ കുറെ ചുറ്റുപാടുകളുടെ കെട്ടുകളുടെ ഇടയിലാ. ദാടി വെക്കണം, തൊപ്പി വെക്കണം, വെള്ള ധരിക്കണം, നിസ്കരിക്കണം, കള്ളു കുടിക്കാൻ പാടില്ല, പെണ്ണ് പിടിക്കാൻ പാടില്ല, സൂക്ഷ്മതയോടെ നടക്കണം, സത്യമേ പറയാവൂ, കള്ളം പറയാൻ പാടില്ല, അനാവശ്യങ്ങൾ പറയാൻ പാടില്ല. എന്നെ കൊണ്ട് അതിനൊന്നും പറ്റൂല. മോനെ, സിനാ ചെയ്യാൻ പാടില്ല, വ്യഭിചരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ ആയിഷ പറഞ്ഞു, ഇല്ല, വ്യഭിചാരം എന്റെ പതിവിൽപ്പെട്ടതല്ല, കുഴപ്പമില്ല, ഞാൻ മുസ്ലിമായിക്കൊള്ളാം. അപ്പൊ രണ്ടാമത് പറഞ്ഞു, നീ കള്ളു കുടിക്കാനും പാടില്ല, മുസ്ലിമായാൽ മദ്യപിക്കാൻ പാടില്ല. രഹസ്യമായിട്ട് മദ്യപിച്ചിട്ട് പരസ്യമായിട്ട് മാന്യമായി നടക്കുന്ന ഒരു സമൂഹമുണ്ട് നമ്മുടെ ചുറ്റുഭാഗത്തും. അവരൊന്നും മുസ്ലിമല്ല. അവരേത് ഖാദിയാരുടെ പദവിയിൽ നിന്നാലും അല്ലാഹ് അവരെ അംഗീകരിക്കൂല. ഈമാനുള്ള മരണം പോലും കിട്ടൂല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. കള്ളു കുടിക്കരെന്ന് പറഞ്ഞപ്പോൾ ആയിഷ പറഞ്ഞു, ഫവല്ലാഹി ഇന്ന ഫീ നഫ്സി മിൻഹാ ലഅലാല, എനിക്ക് കള്ളു കുടിക്കാതിരിക്കാൻ പറ്റൂല. അതല്ലേ നമ്മുടെ പ്രശ്നം? നമ്മുടെ പ്രശ്നം എന്താ? നമുക്ക് ചില ആളുകൾക്ക് ലോട്ടറി എടുക്കാതിരിക്കാൻ പറ്റൂല, ചില ആളുകൾക്ക് പലിശയിൽ നിന്നിട്ട് വിട്ടുമാറാൻ പറ്റൂല. ഇപ്പോഴും പലിശയാണ്. മുസ്ലിമല്ല, മുസ്ലിമായിട്ട് മരിക്കാൻ പറ്റൂല. ഇബ്രാഹിം ഈ സരണിയിൽ വരൂല്ല. അള്ളാന്റെ റസൂലിന്റെ ഉമ്മത്തിലും നിങ്ങൾ പെടൂല. അങ്ങനെ ആയാൽ ഞാനും നിങ്ങളും ബൗണ്ടറിയുടെ പുറത്താണ്. അതുകൊണ്ട് മുസ്ലിമാവുക. മുസ്ലിമാവുന്നതിന് കുറെ അടയാളങ്ങളുണ്ട് പ്രിയമുള്ളവരെ. ആ മനുഷ്യൻ പറഞ്ഞു, ആയിഷ പറയുകയാ, വലാകിന്നി മുൻസരിഫുൻ ഫതഅർവാ മിൻഹാ ആമി ഹാദാ, ഞാൻ പോയിട്ട് അടുത്ത കൊല്ലം വരാം, എന്നിട്ട് കള്ളുകൂടിയൊക്കെ മാറ്റിയിട്ട് വന്ന് മുസ്ലിമാവാന്ന് പറഞ്ഞു. തുമ്മ അതാ ഫൻസറഫാ, അങ്ങനെ തിരിച്ചു പോയി. അടുത്ത കൊല്ലം വരാൻ പറ്റിയില്ല. ഫമാത ഫീ അമിഹി, ആ കൊല്ലം തന്നെ അവൻ മരണപ്പെട്ടിരുന്നുപോയി. നാളെ നിസ്കരിക്കാം, നാളെ പള്ളിയിൽ പോവാം, നാളെ സത്യം പറഞ്ഞു തുടങ്ങാം, നാളെ പലിശ ഒഴിവാവാം, പലിശ നമുക്ക് എല്ലാ കെട്ടുപാടും ഒഴിവായിട്ട് ഹജ്ജിന് പോകണം. കുറെ പ്രശ്നങ്ങളുണ്ട്. എന്തേ നിനക്ക് ആ പ്രശ്നം? ഇന്ന് മാറ്റിയാൽ അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. നാളെന്ന് വെക്കാൻ സമയമില്ല എന്ന് മറ്റൊരടയാളമുണ്ട്. ഇബ്രാഹിം, ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പ്രസക്തമായ ചോദ്യം. വർത്തമാന കാലഘട്ട 2025 ബലിപെരുന്നാളിന്റെ സുദിനത്തിൽ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയവരെ, എനിക്കും നിങ്ങൾക്കും ഇല്ലാതെ പോയോ എന്ന് ഭയപ്പെടേണ്ട കാര്യം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്. യാ റബ്ബ്,
പടച്ചോനെ അല്ലാഹുവേ അഖ്ബിർനി ബി അഹബ്ബി ഖൽഖിക ഇലൈക ഖാൽ, പടച്ചോനെ നിനക്ക് ഇഷ്ടമുള്ള ഒരു മനുഷ്യനാരാ അല്ലാ, നിനക്ക് നല്ല പ്രിയമുള്ള ഇഷ്ടമുള്ള ആളാരാണ് അല്ലാ? ഇബ്രാഹിം നബിയോട് അല്ലാഹ് ചോദിച്ചു, ലിമാ, എന്തിനാ മൂസാ? നിനക്ക് വേണ്ടി അവനെ ഒന്ന് ഇഷ്ടപ്പെടാനാ അല്ലാഹ്. ഖാല സഉഹദ്ദിസുക, നിനക്ക് ഞാൻ പറഞ്ഞു തരാം മൂസാ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ ഈ ദുനിയാവിലാരെന്നറിയോ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഹജ്ജിന് പോയിട്ട് മടങ്ങി വരുന്ന ഹാജിയാക്കന്മാരാണെന്നല്ലേ? അല്ല. 5 വഖത്ത് പള്ളി വന്ന് നിസ്കരിക്കുന്ന ആൾക്കാരാണെന്നല്ലേ? അല്ല. അല്ലടോ, അല്ല. നിങ്ങൾ വിചാരിക്കും തസ്ബീഹ് മാല മറിച്ചുകൊണ്ട് എപ്പോഴും ദിക്ർ ചൊല്ലുന്ന ആൾക്കാരാണ്. അല്ലടോ, അല്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പള്ളി മിഹ്റാബിൽ എപ്പോഴും ഇമാമത്തിക്കുന്ന മുസ്ലിയാക്കന്മാരാണ്. അല്ലാഹ് കൊടുക്കുന്ന മറുപടിയാ, സഉഹദ്ദിസുക്, നിനക്ക് ഞാൻ പറഞ്ഞു തരാം. റജുലുൻ ഫീ ത്വറഫിൻ മിനൽ അർള് യഅ്ബുദുനി വയസ്മഉ ബിഹി അഖുൻ ലഹു ഫീ ത്വറഫി. ഒരു മനുഷ്യനുണ്ട് മൂസാ, ഒരു മനുഷ്യനുണ്ട് മൂസാ. ആ മനുഷ്യൻ ഒരറ്റത്താണ്, ഒരു ഭൂമിയുടെ ഒരറ്റത്താണ്, ഭൂമിയുടെ ഒരറ്റത്താണ്. അവന്റെ ഒരു സഹോദരൻ ഭൂമിയുടെ മറ്റേ ഭാഗത്താ. അവനെ അറിയില്ല. നാം ഇന്ത്യയിലാണ്, ഇന്ത്യ മഹാരാജ്യത്തിന്റെ കേരളത്തിലാണ്, കേരളത്തിന്റെ എറണാകുളം ജില്ലയിലാണ്, എറണാകുളം ജില്ലയുടെ പെരുമ്പാവൂരിലാണ്, പെരുമ്പാവൂരിന്റെ മുടിക്കലിലാണ്. മുടിക്കലിന്റെ പള്ളിയിൽ ഇതാ ഒരുമിച്ച് കൂടിയിരിക്കുകയാ. ഫലസ്തീന്റെ ഗസയിലെ ഒരാളെ എനിക്കും നിങ്ങൾക്കും അറിയില്ല. അല്ലാഹു പറയാ മൂസാ നബിയോട്, മൂസാ ഫഇന്ന സാബതുഹു മുസീബ, ഈ അങ്ങേയറ്റത്ത് ഉള്ളവന്റെ ജീവിതത്തിൽ മുസീബത്ത് അങ്ങ് പറ്റിക്കഴിഞ്ഞാൽ ഫകഅന്നമാ സാബതുഹു, യവൻ ഇവിടെ ഇരുന്ന് കരയുകയാണ്, ഈ മുടിക്കലുള്ളവൻ ഇവിടെ ഇരുന്ന് കരയുകയാണ്. എന്റെ സഹോദരന് ബുദ്ധിമുട്ട് പറ്റിയല്ലോ അല്ലാ, എന്റെ സഹോദരൻ ഇടങ്ങേറാവുകയാണല്ലോ അല്ലാ. അവനൊരു മുള്ളുകൊണ്ടാൽ ഇവൻ സഹിക്കൂല. അവനൊരു നേരം ഭക്ഷണമില്ല എങ്കിൽ ഇവൻ നല്ല ഭക്ഷണം കഴിക്കൂല. അവിടെ ഇടങ്ങേറുണ്ടാവുമ്പോ ഇവിടെ മുഖമാടാൻ, അവിടെ കൊലപാതകം നടക്കുമ്പോൾ, അവിടെ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുമ്പോ എന്റെ മക്കളാണല്ലോ റബ്ബേ എന്ന് പറഞ്ഞ് തേങ്ങി തേങ്ങി കരയുക. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ എനിക്ക് നിങ്ങൾക്കൊന്നും ഉണ്ടായിട്ടുണ്ടോ? അള്ളാഹുവിന്റെ ഇഷ്ടക്കാരാവാൻ എനിക്ക് നിങ്ങൾക്ക്. ഇതാണ് ഇബ്രാഹിം, ഇതാണ് സയ്യിദന ഇബ്രാഹിം. ലോകത്തിന്റെ നാനാഭാഗത്ത് എവിടെ ബുദ്ധിമുട്ടുണ്ടായോ ഇബ്രാഹിമിന്റെ കണ്ണ് നിറയുമായിരുന്നു. ലാ യുഹിബ്ബുഹു ഇല്ലാ ലീ, ഈ മുടിക്കലുള്ളവൻ ഫലസ്തീനുള്ള കുഞ്ഞിനെ ഇഷ്ടപ്പെടുന്ന എന്തിനു വേണ്ടി എന്നറിയോ മൂസാ? ഇല്ലാ ലീ, എനിക്ക് വേണ്ടിയാ, അവനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പടച്ച തമ്പുരാനാ പറയുന്നത്. ആരോടാണോ പറയുന്നത്? അവൻ അല്ലാഹുവിന്റെ പ്രവാചകനായ മൂസാ നബിയോടാ പറയുക. അതുകൊണ്ട് മുഅ്മിനേ, അങ്ങ് ഫലസ്തീനിൽ പോലുമില്ല, ഇന്ത്യ മഹാരാജ്യത്തിന്റെ നാനാഭാഗത്തുമില്ല മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ നിങ്ങൾ അറിയുന്നുണ്ടോ? ഇന്നും തുരങ്കങ്ങൾക്കുള്ളിൽ എത്രയോ പാവപ്പെട്ട നിരാലംബരായ നിരപരാധികളായ മുസ്ലിമീങ്ങൾ മുസ്ലിമായി പോയതിന്റെ പേരിൽ പീഡനം അനുഭവിക്കുന്നുണ്ടെന്നറിയോ? ഈ ലോകത്ത് ഞാനും നിങ്ങളും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ പട്ടിണി കടന്ന് എത്ര ആളുകൾ മരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്നറിയോ? ഓരോ സെക്കൻഡിലും ഓരോ കുഞ്ഞുങ്ങൾ ഗസയുടെ മണ്ണില്, ഫലസ്തീന്റെ മണ്ണില്, ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചേരികളുടെ ഉള്ളില്, ലോകത്തിന്റെ നാനാഭാഗത്തിന്റെ പല സ്ഥലങ്ങളിലായി മരിച്ചുകൊണ്ടിരിക്കുന്നു. കഴിക്കാൻ ഭക്ഷണമില്ല. അവരെ പടച്ചതും അല്ലാ, എന്നെയും നിങ്ങളെയും പടച്ചതും അല്ലാ. എന്തിനെന്നറിയാവോ ഇങ്ങനെ ഒരു പരീക്ഷണം? എന്തിനെന്നറിയോ? എടോ, അവരെ കാര്യം ഓർത്തൊന്ന് കരയാൻ ഭക്ഷണം കിട്ടുന്ന എന്റെ അടിമകൾ തയ്യാറാകുന്നുണ്ടോ? എന്റെ അടിമകളോ പോത്തിനെ അറുത്ത് തിന്നുകൊണ്ട് അഭിരമിക്കുകയാണോ? അതോ അവർക്ക് കിട്ടുന്ന
സുഖാസ്വാദനങ്ങൾ മുഴുകി അവർ അഭിരമിക്കുകയാണോ, അവർക്ക് കിട്ടുന്ന സുഖാസ്വാദനങ്ങളുടെ പിന്നാലെ പരക്കം പാഞ്ഞു ദുനിയാവിന്റെ പിന്നിൽ പരക്കം പായുന്നവരാണോ എന്നുള്ള അള്ളാന്റെ അചഞ്ചലമായ പരീക്ഷണമാ മോമിനേ. അതുകൊണ്ട് കൂടപ്പിറപ്പിനോട് സ്നേഹമുണ്ടാവുക. സ്വന്തം ഉമ്മാടെ വയറ്റിപ്പറന്ന സഹോദരനോട് പോലും സ്നേഹമില്ലാത്ത, ഒരു അനുകമ്പയില്ലാത്ത കാലഘട്ടത്തിന്റെ മുന്നില് എങ്ങനെയാ സഹോദരാ ഫലസ്തീന്റെ കഥ പറയാ? എങ്ങനെയാ സഹോദരാ ചേരിത്തെരുവിൽ അടികൊണ്ട് മരിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങളുടെ കഥ പറയാ? സ്വന്തം കൂടപ്പിറപ്പിനോടില്ലല്ലോ നമുക്ക്. അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. മഗ്രിബാവുമ്പോ ഇറങ്ങും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. എന്തിന്? ഭക്ഷണം കഴിക്കാനുണ്ടോ? എന്റെ കൂടെ ഫുഡ് കഴിക്കാനുണ്ടോ? ഇവിടെ ഭക്ഷണമുണ്ട്. എനിക്ക് മാത്രമല്ല, ഒരു 3-4 പേർ കൂടെ ഭക്ഷണം കഴിക്കാനുണ്ട്. ഒരു ദിവസം നോക്കിയപ്പോൾ ആളെ കിട്ടാനില്ല. നടന്നു ഇബ്രാഹിം. കിലോമീറ്ററുകൾ താണ്ടി അറിഞ്ഞില്ല. പോയി വിദൂരമെത്തിയപ്പോൾ ഒരാളെ കിട്ടി. ഇബ്രാഹിം, നിങ്ങൾ എവിടെ നിന്നാ വന്നത്? ഫലസ്തീന്റെ മണ്ണിൽ നിന്നാ ഞാൻ വന്നത്. നടന്നവിടെ വന്ന് ഭക്ഷണം കഴിക്കാൻ എനിക്ക് പറ്റൂല ഇബ്രാഹിം. അത്ര ദൂരമുണ്ട് നിങ്ങൾ നടന്നു വന്നിടത്ത് തിരിച്ചു പോകാൻ. ഒന്ന് ആലോചിച്ചു നോക്കിയ സഹോദരങ്ങളെ, അവരല്ലേ അള്ളാഹുവിന്റെ ഇഷ്ടക്കാർ. അവര് പോകുന്ന സ്വർഗത്ത് ഞാനും നിങ്ങളും എങ്ങനെ പോകും? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ക്ഷമിക്കുന്നവനാ മുസ്ലിം. പ്രശ്നം ഉണ്ടാവും. ക്യാൻസർ രോഗം അങ്ങോട്ട് വന്നപ്പോ പടച്ചോൻ എന്തിനാണ് ഈ അദാബ് എനിക്ക് തന്നെന്നാ ചോദിക്കുക. ഒരു അപകടം പറ്റുമ്പോ, ബിസിനസ്സിൽ കുറവ് വരുമ്പോ എന്തിനാണ് എന്റെ അള്ളാഹ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുക? തയ്യാറാവില്ല നമ്മൾ. സ്വന്തം മകനെ അറുത്തു കൊടുക്കാൻ പറഞ്ഞു. കാത്തിരുന്ന് കിട്ടിയ പൊന്നുമോനെ അറുക്കൂ ഇബ്രാഹിം. അറുക്കാമല്ല, എന്റെ പൊന്നുമോനല്ല, എനിക്ക് വലുതല്ലാ, നീയാണ് അല്ലാ, നീയാണ് അല്ലാ. അതാണ് ഇബ്രാഹിം നബിയുടെ ആഘോഷം വരുമ്പോ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാ, നീയാണ് വലിയവൻ. എന്റെ മക്കളല്ല, എന്റെ വാഹനമല്ല, എന്റെ വീടല്ല, എന്റെ കുടുംബമല്ല, എന്റെ ഡ്രസ്സല്ല, എന്റെ അഭിമാനമല്ല, എന്റെ ജീവിതമല്ല. എനിക്ക് വലുത് നീയാണ് അല്ലാ. നീ അല്ലാതെ എനിക്കാരുമില്ല അല്ലാ. എന്റെ സകല സംവിധാനങ്ങളും ഇതാ നിന്റെ മുന്നിൽ ഞാൻ പണയം വെക്കുന്നു അല്ലാ. ഇത് എന്ത് ചെയ്യണമെന്ന് നീ പറയുന്നുവോ അങ്ങനെ തന്നെ ചെയ്യാമല്ലാ. പ്രതിസന്ധി ഘട്ടത്തിൽ മുഅ്മിൻ പതറുകയില്ല. നമ്രൂദിന്റെ അഗ്നികുണ്ടാരത്തിലോട്ട് വലിച്ചെറിഞ്ഞപ്പോ ഭയപ്പെട്ടു പോയോ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം? കാറ്റിന്റെ മലക്ക് വന്നു പറഞ്ഞു, ഇബ്രാഹിം, വെള്ളവും കാറ്റും കൊണ്ട് ഈ തീ ഞാൻ അണച്ചു തരാ. ഓരോ മലക്കും വന്നു. ജിബ്രീൽ വന്നു, മീകായിൽ വന്നു, ഇസ്രാഫീൽ വന്നു, അസ്റായിൽ വന്നു, സർവരും വന്നു. ഇബ്രാഹിമിന്റെ മുന്നിൽ തീയിലോട്ട് ഇങ്ങനെ പാറിപ്പറന്നുകൊണ്ടിരിക്കെ എല്ലാവരെയും അവഗണിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ അന്തൽ വാഹിദു ഫിസ് സമാവാത്. റബ്ബേ, നീയാണ് അല്ലാഹ്. അനൽ വാഹിദു ഫിൽ അർളി. ഭൂമിയിൽ ഞാൻ ഒറ്റയ്ക്കാ അല്ലാഹ്. ഖബറിൽ ഒറ്റയ്ക്കെന്നല്ല, ഖബറിന്റെ ഉള്ളിൽ ഒറ്റയ്ക്കെന്നല്ല, ഭൂമിയിൽ ഞാൻ ഒറ്റയ്ക്കാ അല്ലാഹ്. വഅന്ത ഫിസ് സമാ. ആകാശത്തിൽ നീ ഒറ്റയ്ക്കാണ് അല്ലാഹ്. വേറെ ആരെയും എന്നിലേക്ക് അയക്കല്ലേ അല്ലാഹ്. ലൈസ അഹദുൻ യഅ്ബുദുക ഗൈരി. ഒരാളെയും എന്നിലോട്ട് അയച്ചു വിടല്ലേ അല്ലാഹ്. ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹ്. അല്ലാഹു മതി, എനിക്കും നിങ്ങൾക്കും എല്ലാം അവനിലേക്ക്. എല്ലാ ചിന്തയും, എല്ലാ സംസാരവും, എല്ലാ പണവും, എല്ലാ അധികാരവും, എല്ലാ സംവിധാനങ്ങളും അവന്റെ മുന്നിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ. എന്നിട്ട് അവനോട് കൈനീട്ടി ഇരക്കണം, യാചിക്കണം. നീ എന്റെ റബ്ബാണ്, ഞാൻ നിന്റെ അടിമയാണ്, നീ പറയുന്നത് പോലെ ഞാൻ അനുസരിച്ചോളാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.